ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ചാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, ആദ്യം നമുക്ക് അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് വരയ്ക്കാനും പ്രിപ്പയർ ചെയ്യാനൊക്കെ പഠിക്കാം. സോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് കുറച്ച് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. മനസ്സിലായോ? അതായത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഈ കമ്പനിക്ക് ഇത്രയും രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ P&L അക്കൗണ്ട് വരയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലേ. കമ്പനിക്ക് എത്ര രൂപയോളം പ്രോഫിറ്റ് ഉണ്ട് എന്നെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്ന ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് എന്ന് പറയുന്ന സാധനം വരച്ചത് തന്നെയാണ്, നോ ഇഷ്യൂസ്. പക്ഷേ അതിനകത്ത് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം തന്നെ, അല്ലെങ്കിൽ എല്ലാവരും എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? അതായത് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിനകത്ത് 50,000 രൂപയുണ്ട് എന്ന് വിചാരിക്കുക. P&L പ്രിപ്പയർ ചെയ്ത് നമുക്ക് 50,000 രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. അതിനർത്ഥം നമുക്ക് 50,000 രൂപയുടെ ക്യാഷ് ബാലൻസ് ഉണ്ട് എന്നാണോ? ഒരിക്കലും അല്ല, അല്ലേ? ക്യാഷ് ബാലൻസ് നമ്മുടെ ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന നേരത്താണ് നമ്മൾ ക്യാഷ് ബാലൻസ് പറയുന്നത്. സോ പ്രോഫിറ്റോ ലോസോ ആവാം, അല്ലേ? നമ്മുടെ P&L പ്രകാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രോഫിറ്റോ ലോസോ ആവാം, എന്നാലും നമുക്ക് ക്യാഷ് ബാലൻസ് ഉണ്ടാവും. സോ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് പഠിക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ആദ്യമേ തന്നെ ഇതിന്റെ ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിലോട്ട് കിടക്കാം. ഏതിൻ്റെയാ? ഒരു P&L അക്കൗണ്ടും ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സും, അല്ലെങ്കിൽ ഒരു റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന സാധനം അവിടെ നിൽക്കട്ടെ. സാധാരണ ക്യാഷ് ബാലൻസ് കണ്ടുപിടിക്കുന്നത് ഏതിൽ നിന്നാണ്? റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്നാണ്, അല്ലേ? സോ നമ്മുടെ പ്രോഫിറ്റിനെ കുറിച്ചും നമ്മുടെ ക്യാഷ് ബാലൻസിനെ കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പ്രോഫിറ്റിനെ കുറിച്ചും ക്യാഷ് ബാലൻസിനെ കുറിച്ചും. സോ നമ്മുടെ കമ്പനിയുടെ ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന നേരത്ത് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ എത്ര രൂപയാണ് പ്രോഫിറ്റ് എന്ന് കിട്ടും. അതേപോലെ തന്നെ കമ്പനിയുടെ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന നേരത്ത് നമുക്ക് അതിന്റെ ക്യാഷ് ബാലൻസ് കിട്ടും. സോ ഇതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കാര്യങ്ങൾ വളരെയധികം പെട്ടെന്ന് തന്നെ പറഞ്ഞങ്ങ് തീർക്കാൻ പറ്റും. സോ പറയുന്നത് വളരെ ബേസ് ആയിട്ടുള്ള കാര്യമാണ്, ശ്രദ്ധിച്ചിരുന്നേ പറ്റൂ. ഇത് മനസ്സിലായാൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളോട് പഠിപ്പിച്ചു തരാൻ പറ്റും. മനസ്സിലായി? നമ്പർ 1, ദാറ്റ് മീൻസ് ഇവിടെ ഒരു കമ്പനി പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ P&L അക്കൗണ്ടിനകത്ത് എൻട്രി ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈമിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, അല്ലെ? ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഏപ്രിൽ തൊട്ട് 31 മാർച്ച് വരെ തുടങ്ങുന്ന ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈമിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണേ? ഈ പറയുന്ന P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണേ. അവിടെ അത് പേ ചെയ്യണമെന്ന് പോലുമില്ല, അല്ലെങ്കിൽ അത് റിസീവ് ചെയ്യണമെന്ന് പോലുമില്ല. അങ്ങനെയല്ലേ? നമ്മൾ അക്കൗണ്ടിങ് അസംഷൻസിനകത്ത് അങ്ങനെയാണ് പറയണേ. എന്താ? അത് പെയ്ഡോ പേയബിളോ ആവണമെന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റിസീവ്ഡ് ആവണമെന്നില്ല. അത് എന്തായാലും മതി, അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസിനകത്ത് അത് ഡ്യൂ ആയാൽ മതി. മനസ്സിലായോ? സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് അത് എൻറ്റർ ചെയ്തേ പറ്റും. ഇപ്പോൾ ഒരു കുഞ്ഞ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു എംപ്ലോയി നമുക്കുണ്ടായിരുന്നു. മിസ്റ്റർ എക്സിന് നമ്മൾ 1000 rupees സാലറി പറഞ്ഞത്. ഇൻറ്റു 12,000 rupees നമ്മൾ മിസ്റ്റർ എക്സിന്റെ സാലറി ആയിട്ട് ഒരു വർഷം ഡ്യൂ ആവണേ. സപ്പോസ് ഇതിനകത്ത് 2,000 രൂപ കൊടുത്തില്ല എന്ന് വിചാരിക്കുക. 2,000 rupees നമ്മൾ പേ ചെയ്തിട്ടില്ല, നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. 2,000 rupees പേ ചെയ്തില്ല. നമ്മൾ എന്താ ചെയ്യണേ? ചുമ്മാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ സാധാരണ രീതിയിൽ എന്താ ചെയ്യുക? ഇതേപോലെ ഒരു P&L അക്കൗണ്ട് വരയ്ക്കും, അല്ലേ? P&L അക്കൗണ്ട് വരയ്ക്കും. അക്കൗണ്ട് വരച്ചിട്ട് അതിനകത്ത് സാലറി എന്ന് പറഞ്ഞ് എഴുതും. സാലറി എന്ന് പറഞ്ഞ് ഇന്നർ കോളത്തിൽ 10,000 rupees എഴുതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ഔട്ട്സ്റ്റാൻഡിങ് 2,000 കൂടെ നമുക്ക് കൊടുക്കാനുണ്ട്. സോ 2,000 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും. എന്നിട്ട് നമ്മൾ എത്ര രൂപ എഴുതണേ? 12,000 rupees ആണ് എഴുതുന്നത്. സിറ്റുവേഷൻ മനസ്സിലായി? സോ ഇവിടെ നോക്കി, ഡിഫറൻസ് നോക്കി. നമ്മൾ ആകെ കൂടെ ക്യാഷ് ഐറ്റംസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എത്ര മാത്രമാണ്? ലിക്വിഡ് ക്യാഷ് ആയിട്ട് നമ്മൾ കൊടുത്തത് എത്ര മാത്രമാണ്? 10,000 rupees മാത്രമാണ്. പക്ഷേ 2,000 കൂടെ ഡ്യൂ ആയിട്ടുണ്ട്, കൊടുക്കാനുണ്ട്. സോ ആ 2,000 കൂടെ ആഡ് ചെയ്ത് നമ്മൾ എത്ര രൂപ ചാർജ് ചെയ്തിരിക്കുന്നത്? 12,000 rupees ആണ് ചാർജ് ചെയ്തിരിക്കുന്നത്, അല്ലേ? എന്നിട്ട് ഈ 2,000 കൊടുക്കാനുള്ളതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്ത് നമ്മൾ എന്തായിട്ട് കാണിക്കും? ലയബിലിറ്റി ആയിട്ട് കാണിക്കും. ഇനി ഇത് തന്നെ ഒരു റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ എൻട്രി ഒന്ന് ആലോചിച്ച് നോക്കി. ഇതേ സാധനം റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലോട്ടാണ് വരുന്നതെങ്കിൽ ഈ പറഞ്ഞതുപോലെ 12,000 rupees നമ്മൾ കൊടുക്കാനുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ആക്ച്വലി നമ്മൾ 2,000 rupees കൊടുത്തിട്ടില്ല. നമ്മൾ പെയ്ഡ് എത്ര മാത്രമേ ഉള്ളൂ? 10,000 rupees മാത്രമേ പെയ്ഡ് ആവുന്നുള്ളൂ. സോ
പേയ്മെന്റ് സൈഡിനകത്ത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനകത്ത് പേയ്മെന്റ് സൈഡിനകത്ത് നമ്മൾ എത്ര രൂപ കൊടുത്തായിട്ട് കണക്കാക്കും? 10,000 rupees കൊടുത്തായിട്ട് കണക്കാക്കും. സോ ആ ട്രീറ്റ്മെന്റ് മനസ്സിലായോ? ദാറ്റ് മീൻസ് ഒന്ന് P&L അക്കൗണ്ട് എന്ന് പറയുന്നത് സർട്ടൻ പീരീഡ് ഓഫ് ടൈമിന്റെ അടിസ്ഥാനത്തിലാണ്. സർട്ടൻ പീരീഡ് ഓഫ് ടൈമിന്റെ അടിസ്ഥാനത്തിലാണ്. സോ ആ ടൈമിൽ വരുന്ന പേയ്മെന്റുകളാണ് നമ്മൾ ചെയ്യണേ. അത് ഈ പറയുന്നത് പോലെ പെയ്ഡോ പേയബിളോ ആവാം, അല്ലെങ്കിൽ റിസീവ്ഡോ റിസീവബിളോ ആവാം. മനസ്സിലായോ? പക്ഷേ ഏതിനകത്താ നമ്മുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനകത്ത് അങ്ങനെയുള്ള പ്രത്യേകതകളില്ല. ഓക്കെ, മനസ്സിലായെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു 4 കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കി വെക്കേണ്ട ഒരു 4 അഡ്ജസ്റ്റ്മെന്റ്സ്. ദാറ്റ് മീൻസ് ഇവിടെ കണ്ടോ, ഇവിടെ നമ്മളൊരു ഒരു ഔട്ട്സ്റ്റാൻഡിങ് എഴുതി. ഇതേപോലെ തന്നെ നമുക്ക് 4 ട്രീറ്റ്മെന്റുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് and the second one is called closing outstanding. Third one is called opening advance and the fourth one is called closing advance. Opening outstanding, closing outstanding, opening advance and closing advance. ഇങ്ങനെ 4 കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞേ? എന്താ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ദാറ്റ് മീൻസ് കഴിഞ്ഞ വർഷം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു അല്ലെ, കഴിഞ്ഞ വർഷം അത്രയും രൂപയും കൂടെ നമ്മൾ കൊടുക്കാനുണ്ടായിരുന്നു. ഇറ്റ്സ് കോൾഡ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ്. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് വെച്ചാൽ എന്താ? ഈ വർഷം ഇത്രയും രൂപയും കൂടെ കൊടുക്കാനുണ്ട് അല്ലെ, ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയാം. ഓക്കെ, നമ്മൾ നിൽക്കുന്നത് 2015 ജനുവരി തൊട്ട് ഡിസംബർ വരെ, ഫിനാൻഷ്യൽ ഇയർ വേണ്ട, നോർമൽ കലണ്ടർ ഇയർ തന്നെയാണ് ഞാൻ എടുക്കണേ. 2015 ഓക്കെ, 2014 2016 കൂടെ ഞാൻ ചുമ്മാ അങ്ങ് എഴുതണമെന്ന് മാത്രം. സോ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കാര്യം മറക്കരുത്. P&L അക്കൗണ്ടിനകത്ത് ഏത് മാത്രമേ വരുള്ളൂ? 2015 കൊടുക്കേണ്ട എമൗണ്ടുകളെ കുറിച്ച് മാത്രമേ വരുള്ളൂ. മനസ്സിലായോ? നിങ്ങളാണ് എൻ്റെ എംപ്ലോയി എന്ന് വിചാരിക്കുക. നേരത്തെ പറഞ്ഞ മിസ്റ്റർ എക്സ് നിങ്ങളാണെന്ന് വിചാരിക്കുക. നിങ്ങളാണ് മിസ്റ്റർ എക്സ്. സോ നിങ്ങളുടെ ഒരു വർഷത്തെ സാലറി എത്രയാണ്? 1000 into 12 അല്ലേ, 12,000 rupees ആണ് നിങ്ങളുടെ ഒരു മാസത്തെ സാലറി. നിങ്ങളിപ്പോൾ 2015 നിൽക്കണേ. സോ 2014 ഞാൻ ആകെ നിങ്ങൾക്ക് 10,000 rupees തന്നിട്ടുള്ളൂ. 2,000 rupees ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. 2,000 rupees എന്തായിരുന്നു? ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. അതിന്റെ അർത്ഥം എന്താ? ആ 2,000 rupees കഴിഞ്ഞ വർഷം തന്നിട്ടില്ല. അത് ഏത് വർഷം തരുമായിരിക്കും? ഈ വർഷം തരുമായിരിക്കും അല്ലെ. അങ്ങനെ വരുന്ന സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയാണെങ്കിൽ 2014 P&L അക്കൗണ്ടിനകത്ത് നമ്മൾ എത്ര കാണിക്കും? 12,000 rupees അല്ലേ കാണിക്കണേ. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 2014 P&L അക്കൗണ്ടിനകത്ത് 12,000 rupees കാണിച്ച് 2,000 rupees നമ്മൾ എന്തായിട്ട് കാണിക്കും? ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കാണിക്കും. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് 2015 എങ്ങനെയാ പറഞ്ഞേ? 2015 ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കി. 2015 അതായത് 2015 ഞാൻ നിങ്ങൾക്ക് 12,000 rupees തരാനുണ്ട് ആണോ? 2015 ഞാൻ നിങ്ങൾക്ക് 12,000 rupees തരണം വേണ്ടേ? കൂടാതെ കഴിഞ്ഞ വർഷത്തെ 2,000 rupees കൂടെ ഞാൻ ഇപ്പൊ പേ ചെയ്യണം. ദാറ്റ് മീൻസ് ഈ വർഷം ഞാൻ നിങ്ങൾക്ക് എത്ര രൂപ തരണം? 14,000 rupees തരണം. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞ ഇത് കറക്റ്റ് ആണല്ലോ. ഇനി നോക്കി, നമുക്ക് ഈ പറയുന്നത് പോലെ P&L അക്കൗണ്ടിനകത്തും റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനകത്തും എഴുതുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാം. ഓക്കെ, 2014 P&L അക്കൗണ്ടിനകത്ത് നമ്മൾ 12,000 rupees കാണിച്ചു. പക്ഷേ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനകത്ത് നമ്മൾ എത്ര രൂപ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ? 10,000 rupees കാണിക്കാൻ പറ്റുള്ളൂ. ഇനി 2015 അഗൈൻ P&L അക്കൗണ്ടിനകത്ത് നമുക്ക് 12,000 rupees തന്നെ കാണിക്കാം. ഏതിനകത്താ? P&L അക്കൗണ്ടിനകത്ത് 12,000 തന്നെ കാണിക്കാം. പക്ഷേ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനകത്തോ 14,000 rupees കാണിക്കേണ്ടി വരും. എങ്ങനെയാ? ഈ വർഷത്തെ 12,000 പ്ലസ് കഴിഞ്ഞ വർഷത്തെ 2,000 ബാലൻസ് കിടക്കും. ഇനി ഇതേപോലെ തന്നെയാണ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന സാധനം. ഇപ്പൊ നമ്മൾ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് വെച്ചാൽ എന്താ? 2015 കുറച്ച് പേയ്മെന്റ് പെൻഡിങ് ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ടില്ല. ഈ പറയുന്നത് പോലെ 12,000-നകത്ത് 1,000 ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു.
1000 ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. അത്രയും രൂപ ഞാൻ നിങ്ങൾക്ക് എന്ത് തന്നിട്ടില്ല, നിങ്ങൾക്ക് സാലറി ആയിട്ട് തന്നിട്ടില്ല. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പി ആൻഡ് എൽ അക്കൗണ്ടിനകത്ത് നമുക്ക് ഇത്രയും രൂപ തന്നെ വരും. എത്രയാ? 12,000 തന്നെ പി ആൻഡ് എൽ അക്കൗണ്ടിനകത്ത് നമുക്ക് 12,000 റുപ്പീസ് തന്നെ വരും അല്ലേ? പക്ഷേ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനകത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എങ്ങനെയാ. അതായത് 12,000 റുപ്പീസ് ആണ് ഈ വർഷം കൊടുക്കാനുള്ളത്, അത് മൈനസ് ചെയ്യണം. 1000 റുപ്പീസ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, അത് നമ്മൾ മൈനസ് ചെയ്യണം. എന്നിട്ട് 11,000 റുപ്പീസ് ആണ് നമ്മൾ പേ ചെയ്യണേ. കൂടാതെ കഴിഞ്ഞ വർഷത്തെ 2,000 റുപ്പീസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു, അത് പേ ചെയ്തു. സോ 13,000 വന്നു. സിറ്റുവേഷൻ മനസ്സിലായോ? പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ഞാനൊരു സ്റ്റേറ്റ്മെന്റിലോട്ട് നിങ്ങളിലോ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. സോ നമ്മൾ ഇവിടെ ചെയ്ത കാര്യം എന്താ? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗും പറഞ്ഞു, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗും പറഞ്ഞു. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗും പറഞ്ഞു, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗും പറഞ്ഞു. നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്താണെന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. ദാറ്റ് മീൻസ് ഇതൊന്ന് കൈയോടെ കൂടെ എഴുതി പോവുകയാണെങ്കിൽ നന്നായിരിക്കും. എമൗണ്ട് ആസ് പെർ പി ആൻഡ് എൽ അക്കൗണ്ട് അല്ലെ? എമൗണ്ട് ആസ് പെർ പി ആൻഡ് എൽ അക്കൗണ്ട് 12,000 ആണോ? ആഡ് നമ്മൾ എന്ത് ആഡ് ചെയ്തു? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന എമൗണ്ട് നമ്മൾ ആഡ് ചെയ്തു. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ദാറ്റ് മീൻസ് അത് കഴിഞ്ഞ വർഷം കൊടുക്കാനുള്ളതാണ്, കൊടുത്തിട്ടില്ല, ഈ വർഷം കൊടുത്തിട്ടുണ്ട്. സോ 2,000 റുപ്പീസ് നമ്മൾ ആഡ് ചെയ്തു. ലെസ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ്. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് മീൻസ് ഈ വർഷം 1000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു, നമ്മൾ കൊടുത്തിട്ടില്ല, മൈനസ് ചെയ്യാം. സോ ബാലൻസ് നമുക്ക് എത്ര വരും? 13,000 വരും. ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? എമൗണ്ട് ആസ് പെർ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് അല്ലേ? ചെയ്ത് മനസ്സിലായല്ലോ? ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, നല്ലപോലെ ക്ലിയർ ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബ്ലത്തിലോട്ട് വരുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ 2 ട്രീറ്റ്മെന്റുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്താണെന്ന് പറഞ്ഞു, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്താണെന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ 2 ട്രീറ്റ്മെന്റും കൂടെ പെൻഡിങ് ഉണ്ട്. ഏതായിരുന്നു? ഓപ്പണിംഗ് അഡ്വാൻസ് അല്ലേ? ഓപ്പണിംഗ് അഡ്വാൻസ് ആൻഡ് ക്ലോസിംഗ് അഡ്വാൻസ്. എന്താ ഓപ്പണിംഗ് അഡ്വാൻസ്? എന്താ ഓപ്പണിംഗ് അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ വർഷം നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് കഴിഞ്ഞ വർഷം തന്നെ കൊടുത്തു. ഓപ്പണിംഗ് അഡ്വാൻസ് ദാറ്റ് മീൻസ് കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. ഇതേ എക്സാമ്പിൾ തന്നെ നോക്കാം. 12,000 റുപ്പീസ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത് അല്ലെ? 2015 12,000 റുപ്പീസ് ആണ് കൊടുക്കാനുള്ളത്. പെട്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് 2014 തന്നെ ഒരു 2,000 റുപ്പീസ് എൻ്റെ കയ്യിൽ നിന്ന് അഡീഷണൽ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. 2,000 റുപ്പീസ് എൻ്റെ കയ്യിൽ നിന്ന് അഡീഷണൽ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. സോ നോക്കേ, ഔട്ട്സ്റ്റാൻഡിംഗ് ചെയ്യുന്നതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അതായത് പി ആൻഡ് എൽ അക്കൗണ്ട് വരയ്ക്കും. പി ആൻഡ് എൽ അക്കൗണ്ട് വരച്ചിട്ട് സാലറി എന്ന് പറഞ്ഞ് നമ്മൾ 14,000 റുപ്പീസ് എഴുതും അല്ലേ? ലെസ് അഡ്വാൻസ് 2,000 റുപ്പീസ് നമ്മൾ ലെസ് ചെയ്യും. എന്നിട്ട് ഇവിടെ എത്ര കാണിക്കും? 12,000 റുപ്പീസ് കാണിക്കും. അതായത് 2014 പി ആൻഡ് എൽ അക്കൗണ്ട് പ്രകാരം നമ്മൾ 12,000 രൂപയാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രകാരം നമ്മൾ എത്ര രൂപ കൊടുത്തായിട്ട് കണക്കാക്കും? 14,000 റുപ്പീസ് കൊടുത്തായിട്ട് കണക്കാക്കും. എപ്പോഴാണ്? 2014 15 2014 അല്ലെ? കാരണം എന്താ? 2015 2,000 റുപ്പീസും കൂടെ എപ്പോൾ കൊടുത്തിട്ടുണ്ട്? 2014 കൊടുത്തിട്ടുണ്ട്. ചെയ്താൽ മനസ്സിലായോ? ദാറ്റ് മീൻസ് 2014 റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് സൈഡിനകത്ത് അല്ലെങ്കിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനകത്ത് നമ്മൾ 14,000 റുപ്പീസ് കൊടുത്തായിട്ട് കണക്കാക്കും. ഇനി 2015 വന്നേ, 2015 വന്നേ. 2015 പി ആൻഡ് എൽ അക്കൗണ്ട് പ്രകാരം 12,000 രൂപ കൊടുക്കാനുണ്ട്. പക്ഷെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രകാരം 12,000 റുപ്പീസ് കൊടുക്കാനുണ്ടോ? ഉണ്ടോ? ഇല്ല. കാരണം എന്താ? ഈ വർഷത്തെ 2,000 റുപ്പീസ് കഴിഞ്ഞ വർഷം തന്നെ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചു. ദാറ്റ് മീൻസ് 2015 നിങ്ങൾ 2,000 രൂപ കുറച്ച് ബാലൻസ് 10,000 റുപ്പീസ് മാത്രമേ കിട്ടുള്ളൂ. ആണോ? ആണല്ലോ. ദാറ്റ് മീൻസ് ഓപ്പണിംഗ് അഡ്വാൻസ് എന്ന് പറയുന്ന സാധനം നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ വാങ്ങിച്ചു വെച്ചതാണ്. അത് നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്ത് ബാലൻസ് 10,000 അല്ലേ ഈ വർഷം കിട്ടുള്ളൂ അല്ലെ? ഇനി ഇതേപോലെ തന്നെ ക്ലോസിംഗ് അഡ്വാൻസിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. ക്ലോസിംഗ് അഡ്വാൻസ് അടുത്ത വർഷം കൊടുക്കാനുള്ള പേയ്മെന്റ് ആണ്. അത് ഞാൻ എന്ത് ചെയ്തു? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് തന്നു. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ പറഞ്ഞു, സാറേ കൊറോണയൊക്കെയാണ്, വേറെ വഴിയില്ല, സാർ ഒരു കാര്യം ചെയ്യണം, ഒരു 1,000 രൂപയും കൂടെ എനിക്ക് അടുത്ത മാസത്തെ അല്ലെങ്കിൽ അടുത്ത വർഷത്തെ ശമ്പളമായിട്ട് എനിക്കൊരു 1,000 രൂപയും കൂടെ എനിക്ക് ഇപ്രാവശ്യം അഡ്വാൻസ് ആയിട്ട് തരണം.
സോ അവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പി ആൻഡ് എൽ അക്കൗണ്ട് പ്രകാരം 12,000 രൂപയാണ് നിങ്ങളുടെ സാലറി എങ്കിൽ ആ 12,000 പ്ലസ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ്, ക്ലോസിംഗ് അഡ്വാൻസ്. ക്ലോസിംഗ് അഡ്വാൻസ് മീൻസ് അടുത്ത മാസത്തെ അല്ലെങ്കിൽ അടുത്ത വർഷത്തെ ഞാൻ മുൻകൂറായിട്ട് നിങ്ങൾക്ക് തരണേ, അല്ലേ? സോ ആ 1000 രൂപയും കൂടെ എൻ്റെ കയ്യിൽ നിന്ന് പോവും. സോ അവിടെ എന്ത് ചെയ്യാം, ആ 1000 കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ 11,000 റുപ്പീസ് വരും. മനസ്സിലായോ? അങ്ങനെ 11,000 റുപ്പീസ് നമുക്ക് വരും. എന്തായിട്ട്? നമുക്ക് പേ ചെയ്തതായിട്ട് ആണല്ലോ. എങ്ങനെയായിരുന്നു? 12,000 റുപ്പീസിനകത്ത് 2015 12,000 റുപ്പീസിനകത്ത് 2,000 റുപ്പീസ് ഓപ്പണിംഗ് അഡ്വാൻസ് ആയിരുന്നു. 2014 തന്നെ നമ്മൾ കൊടുത്തായിരുന്നു. സോ ആ 2,000 രൂപ മൈനസ് ചെയ്യാം. എന്നിട്ട് ക്ലോസിംഗ് അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത വർഷത്തെയാണ്. അത് നമ്മൾ ഈ വർഷം തന്നെ മുൻകൂറായിട്ട് കൊടുക്കുന്നു. സോ നമ്മൾ അത് എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അതായത് നേരത്തെ എഴുതിയ സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെ പറയുകയാണെങ്കിൽ എമൗണ്ട് ആസ് പെർ P&L account 12,000 അല്ലേ, ലെസ് ഓപ്പണിംഗ് അഡ്വാൻസ്. ഓപ്പണിംഗ് അഡ്വാൻസ് മീൻസ് ഈ വർഷത്തെ നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ കൊടുത്തായിരുന്നു 2,000 റുപ്പീസ്. സോ ബാലൻസ് 10,000 വരുന്നു. ഇനി എന്ത് ചെയ്യാം? ആഡ് ക്ലോസിംഗ് അഡ്വാൻസ്. ക്ലോസിംഗ് അഡ്വാൻസ് നമ്മൾ ആഡ് ചെയ്തു. എത്ര വരും? 1,000 വരും. ദാറ്റ് മീൻസ് 11,000 റുപ്പീസ് ആണ് നമുക്ക് എന്തായിട്ട് പറഞ്ഞത്? എമൗണ്ട് ആസ് പെർ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. സിറ്റുവേഷൻ മനസ്സിലായോ? സോ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന സാധനം വരയ്ക്കുന്ന നേരത്ത് ആക്ച്വലി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കുന്ന മോണിറ്ററി പേയ്മെന്റ്സ് ആണ് വേണ്ടേ, ലിക്വിഡ് പേയ്മെന്റ്സ് ആണ് വേണ്ടേ, അല്ലെ? സോ നമ്മൾ അവിടെ പി ആൻഡ് എല്ലിനകത്തുള്ള എമൗണ്ട് അല്ല എടുക്കാറ്. പകരം ഈ പറയുന്ന പി ആൻഡ് എല്ലിനകത്തുള്ള എമൗണ്ടിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഏതിലോട്ട് കൊണ്ടുവരും? നമ്മുടെ ഈ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ, അല്ലെങ്കിൽ ആക്ച്വൽ ക്യാഷ് എക്സ്പെൻസ് എത്രയാണോ അതിനകത്ത് നോക്കാം. മനസ്സിലായി? അതിന് 4 അഡ്ജസ്റ്റ്മെന്റുകളാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഒന്ന് ഓപ്പണിംഗ് അഡ്വാൻസ്, ക്ലോസിംഗ് അഡ്വാൻസ്, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആൻഡ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ്. ആ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായല്ലോ? എന്ത് ചെയ്യണം? നോക്കി, ഓപ്പണിംഗ് അഡ്വാൻസ് ആണെങ്കിൽ നമുക്ക് മൈനസ് ചെയ്യേണ്ടി വരും, അല്ലെ? ക്ലോസിംഗ് അഡ്വാൻസ് ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. ഇനി നേരെ തിരിച്ച് ഇതിന്റെ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കൊടുക്കാനുള്ളതാണ്, അത് ഈ വർഷം കൊടുത്തിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണെങ്കിൽ നമ്മൾ ലെസ് ചെയ്യും. 4 കൂടെ വേണമെങ്കിൽ നമുക്കൊരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ എഴുതാം. എമൗണ്ട് ആസ് പെർ P&L അക്കൗണ്ട്, അല്ലെ? നമ്മൾ ആദ്യം പഠിച്ചത് എന്താ പറഞ്ഞേ? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കാനുള്ളതാണ്, കൊടുത്തിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആഡ് ചെയ്യേണ്ടി വരും. സോ ആഡ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ്, അല്ലെ? ഇനി എന്ത് ചെയ്യാം? ലെസ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് മീൻസ് എന്താ? ഈ വർഷം കൊടുക്കാനുള്ളതാണ്, കൊടുത്തിട്ടില്ല, അല്ലെ? 12,000 രൂപ കൊടുക്കാനുള്ളതിനകത്ത് 2,000 രൂപ കൊടുത്തിട്ടില്ല. സോ അത് നമുക്ക് മൈനസ് ചെയ്യാം. ഇനി എന്താ ചെയ്യണ്ടേ? ഓപ്പണിംഗ് അഡ്വാൻസ് ആണ്. സോ ലെസ് ഓപ്പണിംഗ് അഡ്വാൻസ് ലെസ് ചെയ്യാനുള്ള കാരണം എന്താ? ഈ വർഷത്തെ നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ കൊടുത്തായിരുന്നു. സോ ഈ വർഷം കൊടുക്കേണ്ട കാര്യമില്ല. സോ ഓപ്പണിംഗ് അഡ്വാൻസ് നമുക്ക് ലെസ് ചെയ്യാം. ആൻഡ് ആഡ് ക്ലോസിംഗ് അഡ്വാൻസ്. സോ എന്ത് ചെയ്യാം? ചെയ്യുന്ന നേരത്ത് നമുക്ക് എന്ത് കിട്ടും? എമൗണ്ട് ആസ് പെർ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്ന സാധനം കിട്ടും, അല്ലേ? ഇത് ഓർത്തിരിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട് കേട്ടോ. ഈ 4 സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഓർത്തിരിക്കാൻ ഒരു എളുപ്പ വഴി പറയട്ടെ. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ്ങിനെ കുറിച്ച് മാത്രം ചിന്തിച്ചേ. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് അതിന്റെ അർത്ഥം എന്താ? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് മീൻസ് ഈ വർഷം കൊടുക്കാനുള്ളത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കുറയ്ക്കും. ആണോ? 12,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു, 2,000 രൂപ കൊടുത്തിട്ടില്ല, 10,000 രൂപ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യും, അല്ലേ? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ മൈനസ് ചെയ്തു. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് മൈനസ് ചെയ്താൽ അതിന് നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കി, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ആഡ് ചെയ്യണം, അല്ലേ?
ഇനി ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആഡ് ചെയ്തത് കൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആണ് അഡ്വാൻസ് കിടക്കണേ. ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ ഓപ്പോസിറ്റ് അല്ല അഡ്വാൻസ്. സോ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആഡ് ചെയ്തത് കൊണ്ട് ഓപ്പണിംഗ് അഡ്വാൻസ് മൈനസ് ചെയ്യാം. ഇനി ഓപ്പണിംഗ് അഡ്വാൻസ് മൈനസ് ചെയ്താൽ തീർച്ചയായിട്ടും ക്ലോസിംഗ് അഡ്വാൻസ് എന്ന് പറയുന്നത് എന്ത് വരും? ആഡ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? നിങ്ങൾക്ക് ഓർത്തിരിക്കാനുള്ള ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു തന്നു മാത്രം. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണം, എന്നാലേ നമ്മുടെ ആക്ച്വൽ പേയ്മെന്റ് എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സിറ്റുവേഷൻ നമ്പർ 1, നമ്മൾ ഇതിൻ്റെ ഡിഫറൻസുകളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്പർ 1 പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം. ആൻഡ് ദ സെക്കൻഡ് വൺ, നമ്മുടെ P&L അക്കൗണ്ടിനകത്ത് നമ്മൾ നോൺ മോണിറ്ററി ആയിട്ടുള്ള ഐറ്റംസിനെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അല്ലേ? ഇപ്പം ലൈക്ക് ഡിപ്രീസിയേഷൻ നമ്മുടെ P&L അക്കൗണ്ടിനകത്ത് നമ്മളൊരു 10,000 രൂപ ഡിപ്രീസിയേഷൻ എഴുതി. 10,000 രൂപ ഡിപ്രീസിയേഷൻ എഴുതി. പിറ്റേ ദിവസം രാവിലെ 10,000 രൂപ ഡിപ്രീസിയേഷൻ എന്നും പറഞ്ഞുകൊണ്ട് ആരും വരില്ല. ദാറ്റ് മീൻസ് അതൊരു നോൺ മോണിറ്ററി ഐറ്റമാണ്. പക്ഷേ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനകത്ത് നമുക്ക് എന്ത് വേണ്ട? അങ്ങനെയുള്ള നോൺ മോണിറ്ററി ഐറ്റംസ് ഒന്നും വേണ്ട. അതായത് 50,000 രൂപ പ്രോഫിറ്റ് ഉണ്ട്. ആ 50,000 രൂപയുടെ പ്രോഫിറ്റിനകത്ത് 10,000 രൂപ എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ചുമ്മാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ നോൺ ക്യാഷ് ഐറ്റംസ് ആയിട്ടുള്ളതും ആ എമൗണ്ടും കൂടെ നമ്മുടെ കയ്യിലുണ്ടാവും അല്ലേ? ഇത് രണ്ടും വരാം കേട്ടോ. നോൺ ക്യാഷ് ഇൻകംസും വരാം, എക്സ്പെൻസും വരാം. ഞാൻ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഏത് പറഞ്ഞു എന്ന് മാത്രം, ഈ പറഞ്ഞ ഡിപ്രീസിയേഷൻ പറഞ്ഞു എന്ന് മാത്രം. മനസ്സിലായല്ലോ? സോ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് നമ്പർ 1 ഈ പറയുന്നത് പോലെ പീരീഡ് ആണ്. ഡിഫറൻസ് നമ്പർ 2 എന്ന് പറയുന്നത് എന്താ? നോൺ മോണിറ്ററി ഐറ്റംസ് ആണ്. ആൻഡ് ദ തേർഡ് വൺ ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് വൺ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, റവന്യൂ നാച്ചുറൽ ഐറ്റംസും ക്യാപിറ്റൽ നാച്ചുറൽ ഐറ്റംസും. അല്ലേ? സാധാരണ ഈ ബാലൻസ് ഷീറ്റിനകത്താണ് ക്യാപിറ്റൽ നാച്ചുറൽ ഐറ്റംസ് ഒക്കെ പറഞ്ഞത്, അല്ലാതെ റവന്യൂലല്ല. റവന്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു വർഷത്തെ ട്രാൻസാക്ഷൻസ് മാത്രമാണ് പറഞ്ഞത് അല്ലേ? ദാറ്റ് മീൻസ് P&L അക്കൗണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന നേരത്ത് നിങ്ങൾക്ക് റവന്യൂ ഐറ്റംസ് മാത്രമേ വരൂ. പക്ഷെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് ആണ്, അല്ലെങ്കിൽ ക്യാഷ് ബാലൻസ് കണ്ടുപിടിക്കാനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് വരും? റവന്യൂവും വരും, ക്യാപിറ്റലും വരും. മനസ്സിലായോ? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. സാലറി കൊടുത്തു, P&L വരും, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് വരും അല്ലേ? 1 കോടി രൂപയുടെ അസറ്റ് വാങ്ങിച്ചു, P&L വരില്ല. കാരണം എന്താ? അസറ്റ് വാങ്ങിച്ചതാ, അത് ക്യാപിറ്റൽ നാച്ചുറൽ ഐറ്റം ആണ്. 1 കോടി രൂപയുടെ അസറ്റ് വാങ്ങിച്ചു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരില്ല. പക്ഷേ നമുക്ക് എവിടെ കാണിക്കാതിരിക്കാൻ പറ്റില്ല? നമ്മുടെ ക്യാഷ് ബാലൻസ് കാണുമ്പോൾ അത് കാണിക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ? സോ ഡിഫറൻസ് നമ്പർ 3, P&L അക്കൗണ്ട് പ്രകാരം നമുക്ക് റവന്യൂ നാച്ചുറൽ ഐറ്റംസ് മാത്രമേ വരുള്ളൂ. പക്ഷേ ക്യാഷ് ഫ്ലോ പ്രിപ്പയർ ചെയ്യുന്ന നേരത്ത്, അല്ലെങ്കിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന നേരത്ത് നമുക്ക് എന്തും കൂടെ വരും? ഈ പറയുന്ന പോലെ റവന്യൂ നാച്ചുറലും ക്യാപിറ്റൽ നാച്ചുറൽ ഐറ്റംസും വരും. ഓക്കെ? സോ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഡയറക്റ്റായിട്ട് ക്യാഷ് ഫ്ലോ എടുക്കാം. പക്ഷേ ഞാൻ പറഞ്ഞത് അങ്ങനെ എടുത്താൽ നിങ്ങൾക്ക് ആ ടൈമിനകത്ത് കുറേ കാര്യങ്ങൾ കൺഫ്യൂഷനായിട്ട് കയറി വരും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. ഈ വീഡിയോ കേൾക്കുക, നല്ലപോലെ കേൾക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ക്യാഷ് ഫ്ലോ എന്താണ്, ക്യാഷ് ഫ്ലോൻ്റെ പ്രോസസ്സും പ്രൊസീജിയറും എന്താണെന്ന് നോക്കാം. ഓക്കെ, ബൈ.